ഗൈസ് അപ്പോൾ എല്ലാവർക്കും അലോട്ടൊക്കെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ കണ്ടന്റ് എന്ന് പറയുന്നത് ലോഷനാണ്. അപ്പോൾ ഈ ലോഷൻ എന്തോന്ന് അറിയാമായിരിക്കും എല്ലാവർക്കും. നമ്മൾ ഈ തറയൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ലോഷനാണ്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കൊറോണ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലായിരിക്കും. അപ്പോൾ വീട്ടിൽ നിൽക്കുന്നവർക്കൊക്കെ അയൽവക്കത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ തന്നെ കടകളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഒരുപാട് ചാൻസൊക്കെ ഉള്ള ഒരു ബിസിനസ്സാണിത്. അപ്പം നിങ്ങൾക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ തൊട്ടടുത്തൊക്കെ പൈസയ്ക്ക് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ എന്തായാലും നിങ്ങളിത് വാങ്ങിയതിൻ്റെ ചിലവ് എന്തായാലും നിങ്ങൾക്ക് അടുത്തൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ തിരിച്ച് മുതലാവും. നിങ്ങൾ ബിസിനസ്സായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ലാഭം പ്രതീക്ഷിക്കാവുന്നൊരു ബിസിനസ് തന്നെയാണിത് ഉണ്ടാക്കി കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ലോഷൻ ഉണ്ടാക്കി ഞാൻ എൻ്റെ കടയിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്ഥിരമായിട്ട് വാങ്ങുന്ന കടകളുണ്ട്, വീട്ടിൻ്റെ അടുത്തുള്ളവരൊക്കെ വാങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ഞാൻ ഇത് ഉണ്ടാക്കണോണ്ട് തന്നെ നിങ്ങൾക്കൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞിട്ടില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ജെല്ല് കിട്ടും. നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു ജെല്ല് കിട്ടും. ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് അറിയത്തില്ല, അത് ഞാൻ വീഡിയോയുടെ അവസാനം ആകുമ്പോഴത്തേക്ക് ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു ജെല്ല് കിട്ടും. ഇത് 1 ലിറ്ററാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ 1 ലിറ്ററിൽ നമുക്കൊരു 20 ലിറ്റർ ലോഷൻ ഉണ്ടാക്കാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ 1 ലിറ്ററിൻ്റെ ഈ ജെല്ല് വാങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മളാണ്ട് പെർഫ്യൂം വാങ്ങിയിട്ടുണ്ട്. പെർഫ്യൂം ഒന്നല്ല 2 ബോട്ടിൽ പെർഫ്യൂമാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് ജാസ്മിൻ്റെതെന്നാണ് പറഞ്ഞത്. ജാസ്മിൻ്റെതും വേറൊരു സ്മെല്ലും കൂടെ ഉള്ള പെർഫ്യൂമാണ്. ഇപ്പോൾ 2 പെർഫ്യൂം വാങ്ങിയിട്ടുണ്ട്. 1 ലിറ്റർ ജെല്ലല്ലാതെ 3/4 ലിറ്റർ ജെല്ലും കിട്ടും. 3/4 ലിറ്റർ ജെല്ലിൽ നമുക്ക് 13-15ഓളം ലിറ്റർ ലോഷൻ കലക്കാം. അതിൻ്റെ കൂടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് 1 പെർഫ്യൂമേ കിട്ടൂ. 1 ലിറ്റർ ഫുള്ള് ജെല്ല് വാങ്ങുകയാണെങ്കിൽ നമുക്ക് 2 പെർഫ്യൂം കിട്ടും. അങ്ങനെ നമുക്ക് 2 പെർഫ്യൂം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കളറുകൾ കിട്ടും. ഇത് 3 കളറാണ്. അപ്പം ഈ കളർ കാണുമ്പോഴത്തേക്ക് ബ്ലാക്ക് പോലെ ഇരിക്കുമെങ്കിലും ഇത് കലക്കുന്ന സമയത്താണ് ഇതിൻ്റെ കറക്റ്റ് കളർ അറിയാക്കത്തുള്ളൂ. ഇത് വെട്ടടിച്ചിട്ട് എനിക്ക് തോന്നുന്നു പച്ചയാണെന്ന് തോന്നുന്നു. ഇതും എന്തൊരു വേറെ ചുമപ്പ് പോലത്തെ കളറാണെന്ന് തോന്നുന്നു. ഇത് മഞ്ഞയാണെന്ന് കൺഫേം ചെയ്യാം. അങ്ങനെ 3 കളറാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇതിന് 3 കളറല്ല, 1 കളറേ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് പൈസ കൊടുത്ത് ഇത് വാങ്ങാം. ഇതിന് 15 രൂപ 5 രൂപ എങ്ങാണ്ടാണ്. ഇപ്പോൾ നമുക്ക് പറഞ്ഞു കിട്ടില്ല, നേരെ അങ്ങ് പരിപാടിയിലോട്ട് പോകാം. ഗൈസ് അപ്പോൾ നമുക്ക് 20 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. അപ്പം മൊത്തം ലോഷനും കൂടെ ചേർത്തെല്ലാം കൂടെ പറയുമ്പോൾ 21 ലിറ്റർ ആവും. അപ്പോൾ നമുക്ക് 20 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കാം. 1 ലിറ്ററിൻ്റെ കുപ്പിയിലാണ് വെള്ളം ഒഴിക്കുന്നത്. അങ്ങനെ 20 കുപ്പി വെള്ളം ഒഴിക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ 20 ലിറ്റർ വെള്ളമാണ് ഇതിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം കുറച്ച് സ്പേസും കൂടെ ഉണ്ട്. ആ സ്പേസ് മൊത്തം നമ്മൾ ഈ ജെല്ല് ഒഴിക്കുമ്പോഴത്തേക്ക് ഫില്ലാവും. അപ്പോൾ നമ്മൾ 1 ലിറ്ററിൻ്റെ ജെല്ലും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന നേരത്ത് ഇത് കലക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് കലക്കാനായിട്ട് എന്തെങ്കിലും കൂടെ എടുക്കാം. ഗൈസ് അപ്പോൾ നമ്മളിത് കുറേശ്ശെ അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് നമ്മൾ നൈസിന് കലക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും, ഇതിപ്പം കുറച്ച് വീഴുമ്പോൾ തന്നെ ഈ വെള്ളം നല്ല വെള്ള കളറിലോട്ട് മാറുന്നത് കാണാൻ കഴിയും. ഇപ്പോൾ ചെറിയ ലോഷൻ്റെ സ്മെല്ലൊക്കെ ഇതിൽ നിന്ന് തന്നെ അടിക്കാൻ വെക്കും. അപ്പം ഇതാണ് ഇതിലെ മെയിൻ സാധനം. ബാക്കിയൊക്കെ പെർഫ്യൂമൊക്കെ മണം കിട്ടാനും കളറിനൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് നല്ലോണം കലക്കി കൊടുക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കലങ്ങിയില്ലെങ്കിൽ മേളിൽ ഇതുപോലെ മഞ്ഞ കളറിൽ ഇങ്ങനെ വരും. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് കലക്കി കൊടുക്കുക. ഇതൊക്കെ സാവധാനം ചെയ്യേണ്ട പണികളാണ്. വെക്കം ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവത്തില്ല. അപ്പോൾ നമ്മൾ 1 ലിറ്റർ ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക.
2 പെർഫ്യൂമാണ്. അപ്പോൾ ഈ 2 പെർഫ്യൂം ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടായിട്ട് കലക്കേണ്ടതുണ്ട്. അപ്പോൾ പെർഫ്യൂം ഇനി ഒഴിച്ചു കൊടുക്കണ പണിയേ ഉള്ളൂ. അപ്പോൾ ഒന്നിൽ തന്നെ രണ്ടും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നമുക്ക് രണ്ടാക്കി എടുത്ത് 2 പെർഫ്യൂം ഒഴിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം പകുതിയോളം അടുത്ത ബക്കറ്റിലോട്ട് മാറ്റാം. കേസ് അപ്പോൾ ഏകദേശം പകുതിയോളം ആയെന്ന് തോന്നുന്നു. ഇതിൻ്റെ പകുതിയുള്ള ബക്കറ്റാണ്. അപ്പം ഇത് 20 ലിറ്റർ, ഇത് 10 ലിറ്റർ ആണെന്ന് തോന്നുന്നു. അപ്പം ഇതിൻ്റെ ഏകദേശം ഫുള്ളായി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 പെർഫ്യൂം ഒഴിക്കണം. ഒന്ന് ജാസ്മിൻ്റെതും ഇരിപ്പുണ്ട്. ഇത് ജാസ്മിൻ്റെതും, പിന്നെ ഇത് ഏതൊരു ഗ്രാസ്, എന്തൊരു ടൈപ്പ് ഗ്രാസിൻ്റെ സ്മെല്ലുള്ളതാണ്. ആകെ ഇത് 2 ഉള്ളമായിരുന്നു. അപ്പോൾ ഇത് 2 അങ്ങ് വാങ്ങി. അപ്പോൾ ജാസ്മിൻ്റെ ഇതിലും ഒഴിക്കാം, ഈ ഗ്രാസിൻ്റെത് ഇതിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഒഴിച്ചോ. അത് നല്ല രീതിക്കൊന്ന് കലക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിന് പ്രത്യേകിച്ച് കളറൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. വെള്ള കളറിലും നമ്മൾ ഇത് ഒഴിച്ചാലും കളറൊന്നും മാറത്തില്ല. അപ്പോൾ അത് നല്ല രീതിക്കൊന്ന് കലക്കി കൊടുക്കുക, അല്ലെങ്കിൽ എല്ലായിടത്തും എത്തത്തില്ല. ഇത് മാറി തെന്നി കിടക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാക്ക് ചെയ്യുന്ന സമയത്ത് ഈ പെർഫ്യൂം വേറെ ആയിട്ട് കിടക്കും, ഇതുമായിട്ട് കലങ്ങാതെ കിടക്കും. ഈ എണ്ണയിൽ വെള്ളം ഒഴിച്ച പോലെയൊക്കെ കിടക്കും. അപ്പോൾ നല്ല രീതിക്കൊന്ന് കലക്കി സെറ്റാക്കി എടുക്കുക. കേസ് അപ്പോൾ ഇത് നല്ലോണം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് അടുത്തതിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് എടുത്തോളാം. അയ്യോ, ഓക്കെ. അപ്പം ജാസ്മിൻ്റെ സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് ഗ്രാസിൻ്റെയാണ് റെഡിയാക്കാനുള്ളത്. അപ്പം ഗ്രാസിൻ്റെ അതേപോലെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കി കൊടുക്കാം. കേസ് അപ്പോൾ ഗ്രാസിൻ്റെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് ഇതും മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കലക്കിയ പോലെ തന്നെ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. കേസ് അപ്പോൾ നമ്മൾ 5 കുപ്പി വെള്ളം നിറച്ച് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ 10 കുപ്പിയാണ് ഇപ്പോൾ ഇരിപ്പുള്ളത്. അപ്പോൾ ഈ 10 കുപ്പിയിൽ 5 ഒരു ബക്കറ്റിലും ബാക്കി 5 വേറെ ബക്കറ്റിലും ആക്കി 2 കളർ മിക്സ് ചെയ്യും. അല്ലാതെ ഇനിയിപ്പം വേറൊരു ബക്കറ്റിൽ ഇനി ഇവിടെ ബാക്കി ഇരിപ്പുണ്ട്, അത് 5 ലിറ്റർ കാണും. അപ്പോൾ മൊത്തം 15 ലിറ്റർ ഇവിടെ ഉള്ളത് 10 ലിറ്റർ കുപ്പിയിലാക്കി 10 ലിറ്റർ അല്ല ബക്കറ്റിലുണ്ട്. അപ്പോൾ നമുക്ക് ബക്കറ്റിലുള്ളത് ഒരു കളർ കലക്കാം. വേറെ പിടിച്ചോടെ. കേസ് അപ്പോൾ ഇത് കുറച്ചിട്ടാൽ മതി. പകുതിയോളം മാറ്റി വെച്ചോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 10-15 ലിറ്റർ കലക്കാനുള്ള കളറാണ്. അപ്പോൾ നല്ല മഞ്ഞ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലോണം കലക്കി കൊടുത്താൽ ഇത് നേരത്തെ കലക്കണേൻ്റെ അത്ര വിഷയമില്ല, കുറച്ച് കലക്കിയാൽ മാത്രം മതി. നല്ലോണം അത് മിക്സ് ആയിക്കോളും. പൊടി ആയതുകൊണ്ട് വലിയ വിഷയമില്ല. കേസ് അപ്പോൾ നമുക്ക് 10 ലിറ്റർ വെള്ളം ലോഷൻ 10 കുപ്പിയിലായിട്ട് നിറച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 5 ലിറ്റർ എടുത്ത് അടുത്തതിൽ ഒഴിച്ച് നമുക്ക് അടുത്ത കളർ കലക്കി കൊടുക്കാം. ഒഴിച്ചോടെ. 1 2 ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം പാക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകുക. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്തതിലും കുപ്പിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റായി കിടക്കുന്ന റോഡ് സൈഡിൽ കിടക്കുന്ന കുപ്പികളൊക്കെയാണ്. അപ്പോൾ അതിലാണ്ട് ഇതുപോലെ എഴുത്ത് കാണും. അപ്പോൾ ഈ എഴുത്ത് നമുക്ക് മാറ്റണം. അതാണ് നമുക്ക് ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം നമ്മൾ നേരത്തെ എടുത്ത പെർഫ്യൂമാണ്, അതിൽ കണ്ട കുറച്ച് ബാക്കിയുണ്ട്. ആ പെർഫ്യൂം എടുത്തിട്ട് നമ്മളിങ്ങനെ കൈ തേച്ച ശേഷം ഈ എഴുത്തിൽ തേച്ച് കഴിഞ്ഞാൽ ഈ എഴുത്ത് നല്ലോണം ഒന്ന് മാഞ്ഞു പോകും. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലത്തെ സ്റ്റിക്കറുകളുണ്ട്. അപ്പം നമ്മളെന്തായാലും കടയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ സ്റ്റിക്കറുകളൊക്കെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് പ്രിൻ്റ് അടിച്ചതാണ്. അപ്പം ഇതാണ് നമ്മൾ ഇനിയിപ്പോൾ എല്ലാത്തിലും ഒട്ടിക്കണം. അപ്പോൾ ജാസ്മിൻ്റെത് വെള്ളയിലും ബാക്കിയുള്ളതിൽ അതിനനുസരിച്ചുള്ള സ്റ്റിക്കറുകൾ ഒട്ടിക്കണം. അപ്പോൾ ഇതാണ് ഇനിയുള്ള പരിപാടി.
കേസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതൊരു വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും ഈ സമയത്ത്. കാര്യം എന്ന് വെച്ചാൽ ആർക്കും വീട്ടിലാർക്കും പണിയൊന്നുമില്ല, എല്ലാവരും ടൈറ്റിലാണ്. ആ സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ കടയിൽ കൊണ്ട് കൊടുത്താൽ അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന പരിപാടികളൊക്കെയാണ് ഇതൊക്കെ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിന് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇറ്റ്സ് മീ അരുൺ.s വിത്ത് ജയകൃഷ്ണൻ. അടുത്ത വീഡിയോ കിടക്കാച്ച കണ്ടന്റ് കാണുമായിരിക്കും. ഗുഡ് ബൈ.